ലോകത്ത് ആഡംബരത്തിന് അതിരുകളില്ലെന്ന് പറയാറുണ്ടെങ്കിലും സൗദി അറേബ്യയിലെ പ്രിൻസ് സൽമാന്റെ കാര്യം വരുമ്പോൾ പകിട്ടിന്റെയും പത്രാസിന്റെയും അർത്ഥം തന്നെ മാറിപ്പോകും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ജീവിതം അത്രത്തോളം ഗംഭീരമാണ്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആഡംബരത്തിന്റെ ഒരു വലിയ കടൽ കണ്ണുകൾക്ക് മുന്നിൽ തെളിയും. പ്രൈവറ്റ് ജെറ്റുകൾ, സ്വർണം പൂശിയ കാറുകൾ, ശതകോടികൾ വിലമതിക്കുന്ന കൊട്ടാരങ്ങൾ, ലോകമെമ്പാടുമുള്ള ഏറ്റവും ചെലവേറിയ ഹോളിഡേ ഡെസ്റ്റിനേഷനുകൾ എന്നിവയെല്ലാം അദ്ദേഹത്തിന് സാധാരണ കാര്യങ്ങളാണ്. എന്നാൽ ലോകത്തിൽ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം സ്വന്തമായുള്ള ഏതൊക്കെ സാധനങ്ങളാണ് അദ്ദേഹം വാങ്ങുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് നിങ്ങൾക്ക് സൗദി പ്രിൻസ് സൽമാന്റെ സാധാരണ മനുഷ്യരുടെ സ്വപ്നങ്ങൾക്കും അപ്പുറത്തുള്ള ആ ജീവിത ശൈലിയുടെ ഒരു ദൃശ്യം കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളോടൊപ്പം തുടരുക. ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ആ രാജകീയ ജീവിതം കാണുക. കിരീടാവകാശി സൽമാന്റെ ജീവിതശൈലി നമ്മുടെയും നിങ്ങളുടെയും ഭാവനകൾക്കും അപ്പുറത്തുള്ള അത്രയും ലക്ഷറിയസ് ആണ്. 2014 അദ്ദേഹം പെഗാസസ് എന്ന് പേരുള്ള ഒരു യാട്ട് വാങ്ങി. ഇതൊരു സാധാരണ യാട്ടായിരുന്നില്ല, ഇതൊരു ഒഴുകുന്ന കൊട്ടാരം തന്നെയായിരുന്നു. ഉള്ളിലെ ഇന്റീരിയറുകൾ തിളങ്ങുന്ന സ്വരോവ്സ്കി ക്രിസ്റ്റലുകളെ പോലും മടുപ്പിക്കുന്ന അത്ര ഗംഭീരമായിരുന്നു. ഓരോ സ്റ്റേറ്റ് റൂമും ഒരു രാജകൊട്ടാരത്തിന്റെ ഭാഗമാണെന്ന് തോന്നും. ഈ ഗംഭീരമായ ഒഴുകുന്ന കൊട്ടാരത്തിന്റെ വില വെറും $200 മില്യൺ. ഇതൊരു ചെറിയ ചിലവായിരുന്നില്ല, മറിച്ച് സമുദ്രജലത്തിന്മേൽ രാജവാഴ്ച നടത്തുന്ന ഒരു ജല കൊട്ടാരമായിരുന്നു ഇത്. എന്നാൽ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. തൊട്ടടുത്ത വർഷം, അതായത് 2015 പ്രിൻസ് സൽമാൻ സറീൻ എന്ന് പേരുള്ള മറ്റൊരു യാട്ട് കൂടി വാങ്ങി. ഇത് നേരത്തെ വോഡ്ക ടൈക്കൂൺ യൂറി ഷെഫ്ലറുടെ പക്കലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് പ്രിൻസ് സൽമാന്റെ ഒഴുകുന്ന സ്വപ്നമായി മാറിക്കഴിഞ്ഞിരുന്നു. ഈ യാട്ടിന്റെ നീളം 134 മീറ്റർ ആയിരുന്നു. നിങ്ങളുടെ ഏറ്റവും ചെലവേറിയ സ്വപ്നങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ടായിരുന്നു. ഒരു ഗംഭീര മൂവി തിയേറ്റർ, ഒളിമ്പിക് ട്രെയിനിംഗ് സെന്ററിനെ പോലും തോൽപ്പിക്കുന്ന ജിം, കൂടാതെ ഏറ്റവും ആവേശകരമായ കാര്യം, സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ ആവേശകരമായ യാത്രയ്ക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അന്തർവാഹിനി. ഓരോ ഡെക്കും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും പഞ്ചനക്ഷത്ര റിസോർട്ടിനേക്കാൾ കുറയാത്ത രീതിയിലാണ്. ഇതിന്റെ വില $550 മില്യൺ ആയിരുന്നു. പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയേക്കാൾ കൂടുതൽ പ്രിൻസ് സൽമാന് തന്റെ യാട്ടുകളോട് വലിയ സ്നേഹവുമുണ്ട്. അതിനാൽ 2016 ഇവൻ നെതർലൻഡിൽ വെച്ച് റീഫിറ്റ് ചെയ്തു. എന്നാൽ ഇതൊരു സാധാരണ അപ്ഗ്രേഡ് ആയിരുന്നില്ല, ഇതൊരു പരിവർത്തനമായിരുന്നു. ചരിത്രത്തിന്റെ താളങ്ങളിൽ രേഖപ്പെടുത്താൻ യോഗ്യമായ ഒന്ന്. ഈ യാട്ടുകളെ കടലിൽ ഒഴുകുന്ന കൊട്ടാരങ്ങളെ പോലെയാണ് തയ്യാറാക്കിയത്. ഓരോ ചെറിയ കാര്യവും തികഞ്ഞതായിരുന്നു. ഒരിടത്തും തെറ്റിന് പഴുതുണ്ടായിരുന്നില്ല. എല്ലാ വലിയ മനുഷ്യരെ പോലെ പ്രിൻസ് സൽമാനും കലയോട് വലിയ താല്പര്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും വില കൂടിയ പെയിന്റിംഗ് ആയ സാൽവേറ്റർ മുണ്ടി അദ്ദേഹം വാങ്ങിയപ്പോൾ എല്ലാവരും അമ്പരന്നു. ലിയനാർഡോ ഡാവിഞ്ചിയുടെ ഈ പെയിന്റിംഗിനായി അദ്ദേഹം $450 മില്യൺ ചിലവാക്കി. ഇതൊരു പെയിന്റിംഗ് മാത്രമല്ല, മറിച്ച് പ്രിൻസ് സൽമാൻ തന്റെ ആഡംബര ജീവിതത്തോട് എത്രത്തോളം അഭിനിവേശമുള്ളവനാണെന്ന് ഈ പെയിന്റിംഗ് പറഞ്ഞു തരും. സൗദി കിരീടാവകാശി സൽമാൻ ഷാറ്റോ ലൂയിസ് 14 എന്ന ഫ്രഞ്ച് കൊട്ടാരം $300 മില്യൺ വാങ്ങിയപ്പോൾ അതൊരു ഇടപാട് മാത്രമായിരുന്നില്ല, മറിച്ച് ചരിത്രത്തിലെ ഒരു ഞെട്ടിക്കുന്ന നീക്കമായിരുന്നു. ഈ കൊട്ടാരം 17ാം നൂറ്റാണ്ടിലെ രാജഭരണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതായിരുന്നു. എന്നാൽ ഏതൊരു ശതകോടീശ്വരന്റെയും ജീവിതശൈലിക്ക് അനുയോജ്യമായ ആധുനിക സൗകര്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. ഏറ്റവും അവിശ്വസനീയമായ കാര്യം ഇതിലെ അണ്ടർ വാട്ടർ മെഡിക്കേഷൻ റൂമായിരുന്നു. വെള്ളത്തിനടിയിലുള്ള മുറി, അവിടെ നിങ്ങൾക്ക് ചുറ്റും മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്നത് കാണാം. ഈ കൊട്ടാരം 50,000 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നു. നിങ്ങളുടെ ഭാവനയ്ക്കും അപ്പുറത്തുള്ളതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. സ്വർണം പൂശിയ വാതിലുകൾ, ആകർഷകമായ വൈൻ സെല്ലർ, ഒരു പ്രൈവറ്റ് മൂവി തിയേറ്റർ. ഇത്രയൊക്കെ ഉള്ളൂ എന്ന് കരുതുന്നതെങ്കിൽ തെറ്റ്. ഇവിടെ മേൽക്കൂരയിൽ നിന്ന് വെള്ളം വീഴുന്ന ഒരു നീന്തൽ കുളവും കൂടി ഉണ്ടായിരുന്നു. പ്രകൃതിയും ആഡംബരവും തമ്മിലുള്ള തികഞ്ഞ സംയോജനം. എന്നാൽ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കിരീടാവകാശി സൽമാന്റെ ആഡംബരത്തോടുള്ള ഈ സ്നേഹം യാട്ടുകളിലും കൊട്ടാരങ്ങളിലും മാത്രം ഒതുങ്ങുന്നില്ല. അദ്ദേഹത്തിന് സൗദി അറേബ്യ കൂടാതെ ന്യൂയോർക്കിലും ഹൈ എൻഡ് അപ്പാർട്ട്മെന്റുകളുണ്ട്. അദ്ദേഹത്തിന്റെ ഓരോ നിക്ഷേപവും വെറും പ്രോപ്പർട്ടി മാത്രമല്ല, മികവിന്റെ കാര്യത്തിൽ താൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന ഒരു പ്രഖ്യാപനമാണ്. പ്രിൻസ് സൽമാൻ തന്റെ ആഡംബരങ്ങളിൽ മാത്രം മുഴുകിയിരിക്കുകയാണെന്നും രാജ്യത്തിന്റെ വികസനത്തിൽ ശ്രദ്ധിക്കുന്നില്ലെന്നും ഇതിനർത്ഥമില്ല. സൗദി അറേബ്യയെ ലോകഭൂപടത്തിൽ ഒരു ഉന്നത സ്ഥാനത്തെത്തിക്കാൻ പ്രിൻസ് സൽമാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ പോലൊരു യാഥാസ്ഥിതിക ഇസ്ലാമിക രാജ്യത്ത് അദ്ദേഹത്തിന് മുമ്പ് മറ്റാർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്തരം മാറ്റങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. ബോക്സിംഗ്, ടെന്നീസ്, കുതിരപ്പന്തയം, ഫോർമുല 1 തുടങ്ങിയ വൻകിട ഇവന്റുകൾക്ക് ആതിഥേയത്വം വഹിക്കാൻ സൗദി അറേബ്യ വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. കൂടാതെ അന്താരാഷ്ട്ര ഗോൾഫ് ടൂർണമെന്റുകൾക്ക് ഫണ്ട് നൽകുന്നതും ഫോർമുല 1 ടീമിലും ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബുകളിലും ഓഹരികൾ വാങ്ങുന്നതും കായിക രംഗത്ത് രാജ്യത്തിനുള്ള പ്രത്യേക താൽപര്യം തെളിയിക്കുന്നു. ഈ നിക്ഷേപങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് സൗദി അറേബ്യയുടെ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അല്ലെങ്കിൽ PIF ആണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ സോവറിൻ വെൽത്ത് ഫണ്ടുകളിൽ ഒന്നാണ്. 2023 വേനൽക്കാലത്ത് സൗദി അറേബ്യ ഫുട്ബോളിൽ വലിയ നിക്ഷേപം നടത്തുകയും ലോകമെമ്പാടുമുള്ള ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തു. ലോകപ്രശസ്തരും വില കൂടിയവരുമായ
പല ഫുട്ബോൾ താരങ്ങളും സൗദി പ്രോ ലീഗിൽ അല്ലെങ്കിൽ SPL-ൽ ചേർന്നു. ആദ്യം ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് അൽ നാസർ ക്ലബിലേക്ക് $200 മില്യൺ കരാറിൽ മാറി. ഇതിനുശേഷം 2022-ലെ ബാലൻ ഡിയോർ ജേതാവ് കരീം ബെൻസേമ, എൻഗോളോ കാന്റേ തുടങ്ങിയ വൻ പേരുകളും സൗദി ലീഗിലെത്തി. ഇവരുടെ കരാറുകൾ ഏകദേശം $100 മില്യൺ ബ്രസീലിയൻ താരം നെയ്മറും സൗദി ലീഗിന്റെ ഭാഗമായി. ഈ വലിയ ഫുട്ബോൾ ട്രാൻസ്ഫറുകൾ PIF നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക പ്രോജക്റ്റിന് കീഴിലാണ് സാധ്യമാക്കിയത്. ഈ പ്രോജക്റ്റിന് കീഴിൽ PIF 4 പ്രധാന SPL ക്ലബ്ബുകളെ അൽ അഹ്ലി, അൽ ഇത്തിഹാദ്, അൽ ഹിലാൽ എന്ന അൽ നാസർ എന്നിവയെ വാങ്ങി. ഈ നടപടിയിലൂടെ ഈ ക്ലബ്ബുകൾക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. കാരണം PIF-ന് ഏകദേശം $800 ബില്യൺ ആസ്തിയുണ്ട്. എന്നാൽ പ്രിൻസ് സൽമാന്റെ ശ്രദ്ധ ഫുട്ബോളിൽ മാത്രം ഒതുങ്ങുന്നില്ല. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും അദ്ദേഹം ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധം ശക്തമായി നിലനിർത്തിക്കൊണ്ടുതന്നെ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള ബന്ധവും അദ്ദേഹം വർദ്ധിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് സൗദി അറേബ്യയെ ഒരു ശക്തമായ രാജ്യമാക്കുക എന്നത് മാത്രമല്ല, മറിച്ച് അതിനെ ഒരു ഗ്ലോബൽ ഹബ്ബായി മാറ്റുക എന്നതാണ്. വിഷൻ 2030-ക്ക് കീഴിൽ സൗദി അറേബ്യയെ പൂർണ്ണമായും പരിവർത്തനം ചെയ്യാനാണ് പദ്ധതി. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 2017-ൽ ലോഞ്ച് ചെയ്ത നിയോം പ്രോജക്ട്. ഈ ഫ്യൂച്ചറിസ്റ്റിക് സിറ്റിക്ക് 170 കിലോമീറ്റർ നീളമുണ്ടാകും. അവിടെ 9 മില്യൺ ആളുകൾക്ക് താമസിക്കാൻ കഴിയും. റെഡ് സീയുടെ വടക്കേ അറ്റത്തായി ജോർദാനും ഈജിപ്തിനും അടുത്താണ് ഇത് നിർമ്മിക്കുന്നത്. ഈ നഗരത്തിൽ ഓട്ടോമേറ്റഡ് വാഹനങ്ങൾ, ഗ്രീൻ എനർജി, സ്മാർട്ട് ബിൽഡിംഗുകൾ തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ടാകും. ഇതിന്റെ ആകെ ബഡ്ജറ്റ് ഏകദേശം $1 ട്രില്യൺ അടുത്താണ്. ഇതിനെ ഒരു മെഗാ ആംബിഷ്യസ് പ്രോജക്റ്റ് ആക്കി മാറ്റുന്നു. നിയോമിന്റെ ലക്ഷ്യം സൗദി അറേബ്യയുടെ പ്രതിച്ഛത മാറ്റുക എന്നത് മാത്രമല്ല, മറിച്ച് ഭാവിയിലെ നഗരങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക കൂടിയാണ്. സൗദി അറേബ്യയെ എണ്ണയിലുള്ള ആശ്രയത്വത്തിൽ നിന്ന് മാറ്റി നവീനത, സാങ്കേതിക വിദ്യ, ശാസ്ത്രം എന്നിവയുടെ ദിശയിലേക്ക് നയിക്കുകയാണ് പ്രിൻസ് സൽമാന്റെ കാഴ്ചപ്പാട്. വിഷൻ 2030-ക്ക് കീഴിൽ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ സുസ്ഥിരമാക്കുന്നതിനായി സൗദിയുടെ സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനുള്ള സ്ട്രാറ്റജി അദ്ദേഹം മെനഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സൗദിയുടെ പക്കൽ ധാരാളം എണ്ണയുണ്ടെങ്കിലും അത് എക്കാലത്തും നിലനിൽക്കില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അതിനാൽ 2030-നുള്ളിൽ തന്റെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായും എണ്ണയെ മാത്രം ആശ്രയിച്ചാകാതിരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കും. അങ്ങനെ ഭാവിയിൽ അവരുടെ മണ്ണ് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തിയാലും തന്റെ രാജ്യത്തെ ഒരാളുടെ ജീവിതശൈലിയിൽ മാറ്റമുണ്ടാകരുത്. ഇതിനായി അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനായി ലോകമെമ്പാടുമുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും അദ്ദേഹം തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ ചിന്താഗതിയാണ് അദ്ദേഹത്തെ ലോകത്തിലെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അതിനാൽ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന ഈ രാജകുമാരൻ ലോകത്തിനു മുന്നിൽ ഒരു അത്ഭുതമാണ്. ഒരു വശത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന ആഡംബരങ്ങളുടെ രാജാവായി വാഴുന്നതിനൊപ്പം തന്നെ മറുവശത്ത് തന്റെ രാജ്യത്തെ ആധുനികതയുടെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്ന ഒരു കരുത്തുറ്റ നേതാവാണ് അദ്ദേഹം. സൗദി അറേബ്യയുടെ ഭാവി തന്നെ മാറ്റിക്കുറിക്കുന്ന ഈ വിഷൻ 2030 യാഥാർത്ഥ്യമാകുമോ, അതോ വിമർശകർ പറയുന്നത് പോലെ ഇതൊരു അമിതമോഹമാണോ? പ്രിൻസ് സൽമാന്റെ ഈ വിസ്മയ ജീവിതത്തെക്കുറിച്ചും വിപ്ലവകരമായ നീക്കങ്ങളെക്കുറിച്ചും നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ആവേശകരമായ വീഡിയോയുമായി വീണ്ടും കാണാം. പരക്കട്ടെ പ്രകാശം.